ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 2021 ജെ അഡ്വാൻസിലെ ഫിസിക്സ് പേപ്പർ 2 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് സ്റ്റെം ടൈപ്പ് ആണ്. സ്റ്റെം ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും ആസ് എ പാരഗ്രാഫ്. അതിൽ നിന്ന് രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് കണ്ടെത്താനുണ്ടാവും. ഓക്കെ, ആൻഡ് സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഒരൊറ്റ സിംഗിൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ രണ്ട് വാല്യൂസ് കണ്ടെത്താനുണ്ടാവും. റൗണ്ട് ഓഫ് ടു ഡിജിറ്റ്സ് തന്നെയാണ്, 2 ഡെസിമൽ പ്ലേസസ് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് എ ബോബ് ഓഫ് മാസ് m 0.1 kilogram, okay, 0.1 kilogram, and a massless inextensible string of length L is equal to 1 meter. It is suspended from a fixed point at h is equal to 0.9 meter. Okay, height ആണ്. Okay, so initially the bob of the pendulum is lying on the floor at rest, vertically at rest ആണ്. Okay, initially vertically below the point of suspension. ഒരു ഏകദേശം എന്താണ് പിക്ചർ. അപ്പോൾ 0.9 മീറ്റർ ആണ് ഹൈറ്റ് ഡിഫറൻസ്, ബട്ട് സ്ട്രിങ് 1 മീറ്റർ ആയതുകൊണ്ട് ഒരു 10 സെന്റിമീറ്റർ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രിങ് ലൂസ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദി ബോബ് സ്ലൈഡ്സ് ഫോർ സം ഡിസ്റ്റൻസ്, ഓക്കെ, സ്ലൈഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ദ സ്ട്രിങ് ബിക്കം ടോട്ട്, സ്ട്രിങ് ടൈറ്റ് ആവും കുറച്ച് കഴിഞ്ഞാൽ. And the bob lift off the floor. The magnitude of the angular momentum of the pendulum about the point of suspension. Okay, angular magnitude ആണ് of angular momentum of pendulum about the point. അപ്പം നമുക്ക് റൊട്ടേഷൻ ഡൈനാമിക്സ് നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ഈ ആംഗുലാർ മൊമെന്റം, അങ്ങനെ ആംഗുലാർ ആയിട്ടുള്ള ടോർക്ക്, ഇതിനൊക്കെ എന്താണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത് പോയിന്റ് ഓഫ് റെഫറൻസ്. ഇവിടെ പോയിന്റ് ഓഫ് റെഫറൻസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ബിഫോർ ദി ബോബ് ലിഫ്റ്റ് ഓഫ് ഈസ് ജെ. ഓക്കെ, ജെ ഒരു വേരിയബിൾ ആയിട്ടാണ്. ഓക്കെ, കണ്ടെത്തണം, അൺനോൺ. ദി കൈനറ്റിക് എനർജി ഓഫ് ദി പെൻഡുലം ജസ്റ്റ് ആഫ്റ്റർ ദി ലിഫ്റ്റ് ഓഫ് ഈസ് കെ. ഓക്കെ, അത് ആഫ്റ്റർ ദി ലിഫ്റ്റ് ഓഫ് ആണ് കൈനറ്റിക് എനർജി ചോദിച്ചത്. ആംഗുലാർ മൊമെന്റം ജസ്റ്റ് ബിഫോർ ആണ് ചോദിച്ചത്. ഇപ്പൊ ആ ജെയും കെന്റെയും വാല്യൂ കാണാനാണ്. ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു വലിയൊരു പാരഗ്രാഫ് ആക്കി കാണിച്ചതേ ഉള്ളൂ. ആൻസർ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ആംഗുലാർ മൊമെന്റം കാണാം ജസ്റ്റ് ബിഫോർ. ഓക്കെ, ലിഫ്റ്റ് ഓഫ് എത്തുന്നതിന്റെ ജസ്റ്റ് ബിഫോറത്തെ പിക്ചർ വരും. അപ്പൊ ഇതാണ് പിക്ചർ വരിക. ഇതില് നമ്മൾ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഓക്കെ, ആർ ക്രോസ് മൊമെന്റം. ഓക്കെ, ആർ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ആർ എറിയുന്നത് ഈ ഫുൾ ലെങ്ത് ആണ്. ഓക്കെ, 1 മീറ്റർ ആണ് ആർ വരിക. പക്ഷെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആക്ച്വലി എന്താണ് ആർ സൈൻ തീറ്റ ആയിട്ട് വരൂല്ലേ. ഓക്കെ, ആർ പി സൈൻ തീറ്റ വരും. ഓക്കെ, അപ്പോൾ ഈ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം ആക്ച്വലി ഉദ്ദേശിക്കുന്നത് തീറ്റ പറയുന്നത് ഈ ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ, ഇവിടെയുള്ള ഈ ആംഗിൾ. അപ്പോൾ ആർ സൈൻ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഓക്കെ, ദിസ് ഹൈറ്റ് ഡിഫറൻസ് വിച്ച് ഈസ് 0.9 മീറ്റർ. ഓക്കെ, പിന്നെ മൊമെന്റ് അവിടെ നിന്ന് കാണണം. മൊമെന്റ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ബോബിന് ഒരു ഇത് കൊടുത്തില്ലേ, ഇമ്പൾസ് കൊടുത്തില്ലേ. ഇമ്പൾസ് പറഞ്ഞത് ആക്ച്വലി ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പം ഇനീഷ്യൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഇനീഷ്യൽ ആക്ച്വലി 0 ആണ്, ബിക്കോസ് അവിടെ ഇനീഷ്യലി വെലോസിറ്റി ഇല്ല, അപ്പം 0 ആയിട്ട് കിട്ടും. അപ്പൊ ഫൈനൽ മൊമെന്റം ഉണ്ടാവുമല്ലോ. ഓക്കെ, അതാണ് എന്ത് ഇമ്പൾസ്. അപ്പൊ വാല്യൂ സെയിം ആയിരിക്കും മൊമെന്റത്തിനും ഇമ്പൾസിന്റെയും. സോ ആർ സൈൻ തീറ്റിന്റെ വാല്യൂ നമുക്കറിയാം 0.9. കൊടുത്ത ഇമ്പൾസ് എത്ര? 0.2 ആണ്. ഓക്കെ, നമുക്ക് വാല്യൂ കിട്ടി 0.18. അതാണ് ജെന്റെ. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആയി. ഇനി നമുക്ക് കെ കാണണം. എന്താണ് കെ? കൈനറ്റിക് എനർജി ഓഫ് ദി പെൻഡുലം ജസ്റ്റ് ആഫ്റ്റർ ദി ലിഫ്റ്റ് ഓഫ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു ചിത്രം വരയ്ക്കാം. ജസ്റ്റ് ആഫ്റ്റർ ലിഫ്റ്റ് ഓഫിന്റെ പിക്ചർ ഇതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ആൾക്കാർ തെറ്റിക്കും. അവരെന്ത് ചോദിച്ചാൽ വെലോസിറ്റി കാണും, മറ്റേ ഇമ്പൾസ് എന്ന് വെച്ചിട്ട് മാസ് ഡിവൈഡ് ചെയ്തിട്ട് ഇമ്പൾസ് ഡിവൈഡ് ബൈ മാസ് വെലോസിറ്റി കിട്ടും, 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അങ്ങനെ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അവർ കൈനറ്റിക് എനർജി ഇക്വേഷനിൽ ഇട്ടിട്ട് അവർക്ക് ഉത്തരം കിട്ടും. തെറ്റാണ്. അവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ വെച്ചാൽ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ആണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഓൺ ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഓക്കെ, സോ ഈ ഫൈനൽ കേസിൽ നമ്മുടെ വെലോസിറ്റിന്റെ വെക്ടർ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ബിക്കോസ് അത് ലിഫ്റ്റ് ഓഫ് ആയി. ഓക്കെ, ഇങ്ങനെയല്ല ഉണ്ടാവുക, ബട്ട് ഈ ഡയറക്ഷനിലായിരിക്കും.
ഓക്കെ, അപ്പൊ ആ ഡയറക്ഷനിലാണ് ബോബ് മൂവ് ചെയ്യുന്നത്. സോ ആ വെലോസിറ്റി നമ്മൾ കാണണം, ദാറ്റ് ഈസ് വി എഫ്. ഓക്കെ, അത് കാണാൻ നമ്മൾ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കും ബിഫോർ ഫൈനൽ. ഓക്കെ, ബിഫോർ ലിഫ്റ്റ് ഓഫിന്റെ മുമ്പുള്ള ഓക്കെ ആംഗുലർ മൊമെന്റ് തന്നെ ആയിരിക്കും ശേഷവും. സോ 0.18 നമുക്ക് കിട്ടിയതാണ് ആൻസർ. ദെൻ എം വി എഫ് ആർ സൈൻ 90 വരും. ഓക്കെ, ബിക്കോസ് ഇവിടെ 6 എന്ന് പറയുന്നത് ഞാൻ എടുത്തത് 6 എന്ന് പറയുന്നത് ഈ റോപ്പിന്റെ ലെങ്ത് ആണ്. ഓക്കെ, സോ ഇതിന്റെ തമ്മിലുള്ള ഈ ആറും വി എഫും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഉപയോഗിച്ച കാര്യം തീറ്റ. ഇവിടെ തീറ്റ ഉപയോഗിക്കുക. ഇവരെ തമ്മിലുള്ള ആംഗിൾ ഡിഫറെന്റ് ആണ്, ഇറ്റ്സ് നോട്ട് തീറ്റ. സോ അത് 90 ഡിഗ്രി ആണ്, നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ദിസ് ഈസ് എം വി എഫ് ആർ. ഓക്കെ, സോ മാസ് എം എത്ര 0.1 ആണ്, ആർ എത്ര ലെങ്ത് ഓഫ് ദി റോപ്പ് 1 മീറ്റർ ആണ്. സോ വി എഫ് ഇൻറ്റു 1. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി 1.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനെ ഹാഫ് എം വി സ്ക്വയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 0.1 ഇൻറ്റു 1.8 is 162. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്താൽ എന്ത് കിട്ടും? റൗണ്ട് ഓഫ് ചെയ്താൽ 0.16. ഇതാണ് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്.